ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പിയ ധ്യാനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും ഫിലിപ്പിയ ലേഖന പഠനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം 10ഉം 11ഉം വാക്യം നമുക്ക് വായിക്കാം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. പൗലോസ് തന്റെ ജീവിതത്തിൽ ലാഭമായിരുന്നു ഒക്കെയും ക്രിസ്തു നിമിത്തം ചവറ എന്ന് എണ്ണുകയാണ്, ഉപേക്ഷിക്കുകയാണ്. തനിക്ക് ഈ ലോകത്തിൽ സ്ഥാനമാനങ്ങൾ, തനിക്ക് ഈ ലോകത്തിൽ പേര്, പ്രശസ്തി, ഇവയൊക്കെ നൽകാവുന്ന കാര്യങ്ങൾ ക്രിസ്തു നിമിത്തം ഉപേക്ഷിക്കുകയാണ്, ചവറെന്ന് എണ്ണുകയാണ്. അതിന്റെ കാരണം എന്താണെന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നാമത്തെ കാരണം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെടുക. ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. പൗലോസിന്റെ ഉള്ളിലും അതേ ആഗ്രഹം തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ മരണം മൂലമുള്ള രക്ഷ അനേകർക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അത് താൻ ജീവിച്ചതും അതുപോലെ തന്നെ മരിക്കാൻ തയ്യാറാകുന്നതല്ല, അതിനു വേണ്ടിയാണ്. പാപികൾ രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ കർത്താവിന് പ്രയത്നഫലം ലഭിക്കണം. അതിനുവേണ്ടി തനിക്ക് ജീവിക്കുവാനും, മരിക്കേണ്ടി വന്നാൽ മരിക്കുവാനും, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും തയ്യാറാണ് എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവിന്റെ ലക്ഷ്യത്തിന് വേണ്ടി തന്റെ ജീവിതം ഏത് നിലയിൽ മാറ്റാനും പൗലോസിന് തയ്യാറാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ മാറ്റുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് പൗലോസ് പറയുന്ന കാര്യം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. പുനരുത്ഥാനത്തിന്റെ ശക്തി തന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പൗലോസ് ആഗ്രഹിക്കാം. എന്താണ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ശക്തിയുടെ പ്രത്യേകത? അത് കർത്താവ് തന്റെ ജീവിതത്തിൽ മരണത്തെ ജയിക്കുവാൻ, ഉയർത്തെഴുന്നേൽക്കുവാൻ ഉപയോഗിച്ച ആ ശക്തി, അത് ആത്മീയവും ഭൗതികമായ എല്ലാ മേഖലകളെയും അതിജീവിക്കുന്ന ശക്തിയാണ്. കർത്താവിന്റെ ആ ശക്തി, താൻ ആ ശക്തി മൂലം ഉയർത്തുന്നേറ്റപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, താൻ മശികയാണെന്ന് വെളിപ്പെടുകയാണ്. 2, ആ ശക്തി മൂലം വിശ്വസിക്കുന്ന ഏവർക്കും നീതീകരണം ഉണ്ടാകുന്നു, രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ ശക്തിയുടെ പ്രത്യേകത. മൂന്നാമത്, ആ ശക്തി എന്ന് പറയുന്നത് ജീവൻ നൽകുന്ന ശക്തിയാണ്. കർത്താവ് ജീവൻ പ്രാപിച്ച് ഉയർത്തുന്നേറ്റു വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകുന്ന, നിത്യകാലം കർത്താവിനോട് കൂടെ വാഴുവാനുള്ള ഒരു ശക്തിയാണ്. മാത്രമല്ല, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മെ സാക്ഷ്യം വഹിപ്പാൻ ബലപ്പെടുത്തുന്ന ശക്തിയാണ്. അപ്പോസ്തലന്മാര് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷികളായി തീർന്നു. ശക്തീകരിക്കുന്ന, സാക്ഷികളായിട്ട് ജീവിക്കാൻ ശക്തീകരിക്കുന്ന ഒരു ശക്തിയാണ്. മാത്രമല്ല, പാപത്തിന്റെ മേൽ ജയം നൽകുന്ന ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയാൽ പാപത്തിന്റെ പ്രലോഭനങ്ങളെ, പാപത്തിന്റെ ആഗ്രഹങ്ങളെ ജയിക്കുവാനായിട്ട് സഹായിക്കുന്ന ശക്തിയാണ്. മാത്രമല്ല, കഷ്ടതയെ അതിജീവിക്കുന്ന ശക്തിയാണ്. ഏത് കഷ്ടവും താണ്ടി മുന്നോട്ട് പോകുവാൻ ഈ ശക്തി നമ്മെ ബലപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, ഇത് ആശ്വസിപ്പിക്കുന്ന ശക്തിയാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വ്യാപിച്ച ആ ശക്തി കൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കും. ആ ക്രിസ്തുവിനെ തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുത്ഥാനമുണ്ട്, ഒരു മരണം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവർക്ക് ആശ്വാസത്തിനും പ്രത്യാശ കൊണ്ട് നിറയപ്പെടുവാനും മരണാനന്തര ജീവിതത്തെ കുറപ്പുള്ളവരായി തീരുവാനും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തിയാണ്.
പൗലോസ് പറയുന്നത് ഈ ശക്തിയാൽ നിറയപ്പെടുക, ഈ ശക്തിയാൽ ജീവിക്കുക എന്നുള്ളതാണ് പൗലോസിന്റെ ആഗ്രഹം. ആ ശക്തി കൂടുതലായി അനുഭവിച്ചറിയുവാൻ, അത് വെറും ബുദ്ധി കൊണ്ടുള്ള അനുഭവമല്ല, അത് വ്യക്തിപരമായ അനുഭവമാണ്, ഏറ്റവും അടുപ്പത്തിലുള്ളതായ ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിന് പറയുന്നത്, ആ കൃപയിൽ, ആ കർത്താവിൽ അമിതബലത്തിൽ ശക്തിപ്പെടുക എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയുവാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കഷ്ടതയുള്ള ബന്ധത്തിൽ ഒരു ആഴമേറിയ കൂട്ടായ്മയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇത് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ആ കഷ്ടതയുടെ പങ്കാളിയായി തീരുകയാണ്. ക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ, ക്രിസ്തുവിനോടുകൂടെ സഹിക്കണം. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രയെന്ന് നാം വായിക്കുന്നുണ്ട്. ക്രിസ്തു ആ കഷ്ടം അനുഭവിച്ചു. നമ്മൾക്കും ആ കഷ്ടതയിൽ, കർത്താവിനോട് ജീവിക്കുന്ന ഏവർക്കും ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാണ് പറയുന്നത്. ആ കഷ്ടതയിൽ പങ്കുവയ്ക്കുമ്പോൾ എന്താണ് കൂടുതൽ പ്രയോജനം? അതിനനുസരിച്ച് നമ്മുടെ തേജസ് വർദ്ധിക്കുകയാണ്, അതിനനുസരിച്ച് നമ്മുടെ പ്രതിഫലം വർദ്ധിക്കുകയാണ്. മാത്രമല്ല, കഷ്ടതയിലായിരിക്കുന്ന, ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനോ സഹായിക്കും. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകും തോറും ക്രിസ്തുവിന്റെ ആശ്വാസങ്ങൾ ഞങ്ങൾ പെരുകും. ഏത് കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങളിലൊക്കെയും ക്രിസ്തു ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുവെന്ന് 2 കൊരിന്ത്യർ 1-ാം പൗലോസ് പറയും. അപ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ബലപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് ഈ ശക്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഏത് വിധേയരെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് പൗലോസിന്റെ ഒരു താഴ്മയാണ് കാണിക്കുന്നത്. പൗലോസിന് അറിയത്തില്ല ഇതെങ്ങനെയാണ് ദൈവം കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് ചിന്തിക്കുന്നില്ല. കർത്താവ് പക്ഷേ താൻ ആഗ്രഹിക്കുന്നത് ആ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിച്ച് ആ പുനരുത്ഥാനത്തിൽ എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച്, എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിനോടുകൂടെ ജീവിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട് ആ പുനരുത്ഥാനത്തെ നാളിൽ കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ, ആ മനോഹര ദിവസത്തിൽ തേജസ്സണിഞ്ഞവനായി മഹത്വധാരിയായി എഴുന്നേറ്റ് വരണം എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ആഗ്രഹം അത് തന്നെ ആയിരിക്കട്ടെ. കർത്താവ് വരാൻ താമസം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും എങ്ങനെയായിരുന്നാലും പുനരുത്ഥാന ശരീരം പ്രാപിച്ചവരായി തേജസ്സണിഞ്ഞവരായി കർത്താവിനോടുകൂടെ കർത്താവിന്റെ സ്വീകരി കടന്നു പോവുക. അതല്ല, കർത്താവ് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വന്നാലും കർത്താവിന്റെ ആ മഹത്വമേറിയ ശരീരത്തോട് അനുഭവപ്പെട്ട് മരണത്തെ ജയിച്ചവരായി ഈ ഭൂമിയിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി മുന്നോട്ട് പോകുവാൻ, ആ കർത്താവിന്റെ വരവിങ്കൽ മരിച്ചവരുടെ ഉയർത്തുന്നതായിട്ട് കർത്താവിനെ സ്വീകരിക്കുന്ന ആ വലിയ ആഗ്രഹം പൗലോസിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ആഗ്രഹം അതാകട്ടെ. ആ കർത്താവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് ആ കർത്താവിന്റെ സാക്ഷികളായി മുന്നോട്ട് പോകുവാൻ നമുക്കും ഇടയാകട്ടെ. അങ്ങനെ ആ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ നമുക്കും കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടാം. ദൈവത്തിന്റെ ആത്മാവ് എന്നായിട്ട് നമ്മെ സഹായിക്കുന്നു.